സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക്. നമുക്കറിയാം കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏപ്രിൽ 17-ാം തീയതി മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനും കൂടെ പറ്റുമെന്നുള്ള കാര്യമൊക്കെ അന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലേ. ഏപ്രിൽ 17 മുതൽ 26 വരെയുള്ള തീയതിക്കുള്ളിലായിട്ടാണ് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളിപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്ന് കണ്ടപാടും പോയി നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്കിത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയും എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തത്, നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് അറിയുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ പ്രകാരമുള്ള എക്സാം വരെയും ഒരുപാട് ആളുകൾ പല തരത്തിലുള്ള തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ എത്ര തെറ്റ് വരുത്തില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാലും ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ പേരിൽ, നമ്മുടെ പേരൻസിൻ്റെ പേരിൽ, നമ്മുടെ മാർക്കിൽ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ, അങ്ങനെ പല തരത്തിലുള്ള തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. ചിലതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നു, ചിലതൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ വെരിഫിക്കേഷന് പോയ സമയത്ത് ബുദ്ധിമുട്ട് ആയ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിൽ വളരെ അധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട, അല്ലെങ്കിൽ തെറ്റുകളൊക്കെ പലതരത്തിലുള്ള എറർ വരുത്തിയവരൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു തരത്തിലുള്ള തെറ്റുകളും വരുത്തില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇത്തവണ കേട്ടിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൻ്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കണം. എല്ലാവരും ഒന്ന് നോട്ടിഫിക്കേഷൻ വായിക്കാറില്ല എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ വായിച്ചു പോകുന്നില്ല, സമയം കളയുന്നില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഇവിടെ മാർക്ക് ചെയ്ത് വെച്ച കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യും. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന സ്ഥലം ചിലപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് മറ്റ് കഫേകളോ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ വഴി ചെയ്യുന്നവരുണ്ടാവും. അവരൊന്നും ഈ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് വായിക്കുന്നില്ല. നിങ്ങൾ പോകുന്ന സമയത്ത് സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇത് എന്തൊക്കെയാണോ പറയുന്നത് അതിനനുസരിച്ച് അങ്ങ് ചെയ്തു പോകാൻ പതിവ്. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ കേട്ടറ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന പോലെയല്ല. ഇവിടെ ലാംഗ്വേജസ് ഒക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റി മാറിപ്പോകാനോ അല്ലെങ്കിൽ തെറ്റ് വരുത്താനോ, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലാംഗ്വേജിൻ്റെ അടുത്ത് പോയി കൊടുക്കുക. ലാംഗ്വേജിൻ്റെ സ്ഥാനത്ത് മെയിൻ സബ്ജക്റ്റ് ഒക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്, ഈ മലയാളം ഇംഗ്ലീഷൊക്കെ ഉള്ളവർ. അപ്പോൾ അതൊക്കെ മാറ്റം വരുത്തണം, തെറ്റുകളില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആദ്യം ഞാൻ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്, ആ കാര്യം ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ, ഒരു ഡെമോ വീഡിയോ ആയിട്ട് ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം. ക്ലിയർ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയത് ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഒരുപാട് പേജുകളുള്ള സാധനമാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ചെണ്ണം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പ്രധാനപ്പെട്ടത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഏപ്രിൽ 2024 നോട്ടിഫിക്കേഷനാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഫസ്റ്റിൽ നോക്കിയാൽ കേട്ടറ്റിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇവിടെ 4 ഭാഗമായിട്ടാണ് എക്സാം നടത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. അതിൽ കാറ്റഗറി 1 എന്ന് വെച്ചാൽ ലോവർ പ്രൈമറി ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, LPക്കാണ്. അതുപോലെ കാറ്റഗറി 2 എന്ന് പറയുന്നത് അപ്പർ പ്രൈമറി UP സെഷനിലേക്കാണ്. അതുപോലെ 3 ഹൈസ്കൂളിനാണ് അല്ലേ. 4 എന്ന് പറയുന്നത് എന്താണ്, 2 വിഭാഗത്തിലാണ്. ഒന്ന് ഭാഷാ അധ്യാപകരാണ്. ആ ഭാഷ എന്ന് പറയുമ്പോൾ മലയാളവും ഇംഗ്ലീഷും ഒഴികെയുള്ള മറ്റ് ഭാഷകൾ, അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു ഒക്കെ വരെയാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ UP തലം വരെ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് ഈ പറഞ്ഞ കാറ്റഗറി 4 ആയിട്ട് എടുക്കുന്നത്. അതിന് മുന്നോട്ടുള്ള ഭാഷാധ്യാപകർക്ക് തന്നെ വേണം 3 തന്നെ ആവശ്യമാണ്. ഓക്കെ, 2 ലാസ്റ്റ് വരുന്ന കാറ്റഗറി 4 വരുന്നത് എന്താണ്, സ്പെഷ്യലിസ്റ്റ് അധ്യാപകരാണ്. അത് വെച്ചാൽ നമ്മുടെ ആർട്ട് അല്ലേ, ആർട്ട്, അതുപോലെ ക്രാഫ്റ്റ് ടീച്ചേഴ്സുണ്ട്, അതുപോലെ സ്പോർട്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കാറ്റഗറി 4 നടത്തുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, അത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല പിന്നീട്. അതിനിവിടെ നോക്കി 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, CTET പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് കാറ്റഗറി 1 നിന്നും, അതുപോലെ CTET എലമെൻ്ററി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് കാറ്റഗറി 2 നിന്നും ഒഴിവാക്കുന്നതാണ് അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ CTET 2 തരത്തിലുള്ളത്. ഒന്ന് TTS ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്താണ് നിങ്ങൾ പഠിക്കുക, ഈ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജ് അല്ലെ, പ്രൈമറി സ്റ്റേജ് എക്സാം പാസ്സായവരുണ്ടാവും, പേപ്പർ 1. അതുപോലെ നെക്സ്റ്റ് പിന്നെ എലമെൻ്ററി സ്റ്റേജിൽ പേപ്പർ 2 ക്വാളിഫൈ ചെയ്ത ആളുകളുണ്ടാവും. അപ്പോൾ പേപ്പർ 1 ആണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തെങ്കിൽ നിങ്ങൾ കേട്ടറ്റ് വീണ്ടും കാറ്റഗറി 1 അറ്റൻഡ് ചെയ്യണമെന്നില്ല. അതിന് ഈക്വലൻസി ആണ്. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറി 2 വേണമെന്ന് നിർബന്ധമില്ല. ഏതുണ്ടെങ്കിൽ എലമെൻ്ററി സ്റ്റേജ് പേപ്പർ 2 CTET ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി 2ൻ്റെ ആവശ്യമില്ല, അതിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. പിന്നെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട്. നെറ്റ്, സെറ്റ്, അതുപോലെ MPhil, PhD, M.Ed ഇതൊക്കെ ക്വാളിഫൈ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റിൻ്റെ ആവശ്യമേ ഇല്ല. ഇതിലേതെങ്കിലും ഒരെണ്ണം മതി. ഓക്കെ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കേട്ടറ്റ് കാറ്റഗറി 3 വിജയിച്ചവരെ കാറ്റഗറി 2 നേടുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ. അതായത് 3 ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിൻ്റെ താഴോട്ടുള്ള കാറ്റഗറിയിൽ നിന്നും ആവശ്യമില്ല. 3 തന്നെയാണ് ഏറ്റവും ഹയസ്റ്റ്, അത് മതി. കേട്ടറ്റ് കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LP, UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് ക്വാളിഫിക്കേഷൻ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് LP, UP എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതാണ് ഇവിടെ ബേസിക്കായിട്ട് പറഞ്ഞു വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക.
പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം നമ്മൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് പെർസെൻറ്റേജ് മാർക്കൊക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെർസെൻറ്റേജ് മാർക്ക് കൊടുക്കുന്ന ഭാഗം എന്താണ് അവിടെ ഓപ്പണായി കിട്ടാറില്ല. അത് എന്ത് ചെയ്യുക, ലോക്ക് ചെയ്തിട്ട് നിൽക്കാറാണ് പതിവ്. അപ്പോൾ ആളുകൾ വിചാരിക്കും എന്താണ് എന്തോ എറർ പറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. പൊതുവെ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ക്വാളിഫിക്കേഷൻ്റെ കോഴ്സ് ഉണ്ടല്ലോ, പണ്ട് മുതലുള്ള നിങ്ങൾ കോഴ്സ് ഉണ്ടല്ലോ, B.Ed അല്ലെങ്കിൽ അതിന് മുന്നിലുള്ള കോഴ്സൊക്കെ 2012 മുന്നേ കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ്, അല്ലെങ്കിൽ 2012 തൊട്ട് മുന്നേ കോഴ്സിന് ജോയിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർസെൻറ്റേജ് മാർക്കൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. അത് കൊടുക്കേണ്ട ആ ഒരു ഭാഗം വരുമ്പോൾ അവിടെ അത് ഓപ്പൺ ആവില്ല. അതിൽ യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട. 2012 മുന്നേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കോഴ്സിന് ജോയിൻ ചെയ്യുകയോ ചെയ്ത ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ. അല്ലാത്തവർക്ക് ഓരോ കോഴ്സിന് ഇത്ര പെർസെൻറ്റേജ് ഉണ്ട്, 45%, 50% എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അടുത്തതായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കാറ്റഗറി 3 വിജയിച്ച ഭാഷാധ്യാപകരെ കാറ്റഗറി 4 നേടുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ കാറ്റഗറി 3 ക്വാളിഫൈ ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 4ൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയേ, ഫീസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കാറ്ററ്റ് എക്സാമിന് വളരെ പ്രധാനമായിട്ടും 500 രൂപയാണ് പരീക്ഷയുടെ ഫീസ്. ഓക്കെ, ഒരു കാറ്റഗറിക്ക് 500 രൂപ എന്നുള്ള രീതിയിലാണ് ഫീസ് വരുന്നത്. അപ്പം നിങ്ങൾ പിന്നെ 2 കാറ്റഗറി അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ 2 ഗുണിക്കണം 500 അല്ലേ, എത്ര 1000 രൂപയാണ് ഫീസ് വരിക. അവിടെ കോംബോ ഓഫർ ഇല്ല. നമ്മൾ സാധാരണ 2 അറ്റൻഡ് ചെയ്യുമ്പോൾ 780 എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് ഇപ്പോൾ ചിലതിന്. ഇവിടെ അങ്ങനെ ഇല്ല. നിങ്ങൾ എത്ര കാറ്റഗറി അപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ച് 500ൻ്റെ മൾട്ടിപ്ലിസ് ആയിട്ട് എന്തായിരിക്കും ഫീസ് കൂടി വരും. അതുപോലെ SC ST അതുപോലെ ഭിന്നശേഷിക്കാർക്ക് എത്ര മതി, പകുതി പൈസ മതി, 250 രൂപ മതി. ഓക്കെ, അവർ ഒന്നിലധികം കാറ്റഗറി അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫീസ് കൂടും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ? പിന്നെ മറ്റൊരു കാര്യമുണ്ട്, നിങ്ങളിപ്പോൾ 2 കാറ്റഗറി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു സമയത്ത് തന്നെ 2ഉം ടിക്ക് ചെയ്യണം. നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കാണും ഏതൊക്കെ കാറ്റഗറിയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിക്കും. അവിടെ നിങ്ങൾ 2 ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ടിക്ക് ചെയ്ത് പോകണം. അല്ലാതെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്ത ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഒന്ന് ആലോചിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ പറ്റില്ല. ഒരാൾക്ക് ഒറ്റ തവണയും ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ. ഓക്കെ, രണ്ടാമത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2 എണ്ണം നിങ്ങൾ ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ കാറ്റഗറി 2ഉം 3 ഒക്കെ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില ആൾ വിചാരിക്കുന്നത് എന്താണ്, 2 കിട്ടിയതിന് ശേഷം 3 എഴുതാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അതൊക്കെ മണ്ടത്തരമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2 ഒരുമിച്ച് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, 2ഉം ഒരുമിച്ച് അറ്റൻഡ് ചെയ്യുക. കാരണം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാത്തതായിരിക്കും നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് പോവുക എന്നുള്ള കാര്യം. അങ്ങനെയാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ഓക്കെ, അടുത്ത ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാ എന്താണെന്ന് നോക്കിയേ, അപേക്ഷയിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ അപേക്ഷ കൺഫേം ചെയ്യുന്നതിന് മുമ്പായി ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതും തിരുത്തലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുത്തേണ്ടതുമാണെന്ന് പറഞ്ഞു. അപേക്ഷ കൺഫേം ചെയ്തതിന് ശേഷം യാതൊരുവിധ തിരുത്തലുകളും വരുത്തുവാൻ സാധ്യമല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ തെറ്റുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കിയിട്ട് ക്ലിയർ ആണെന്ന് ഉറപ്പിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, അവസാനം നിങ്ങൾ ഫൈനലായിട്ട് കൺഫേം ചെയ്താൽ മതി. ഓക്കെ, കാരണം ചില ആളുകളുണ്ട് അക്ഷയ സെൻറ്ററിൽ അവർ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുത്തിട്ട് പോകുന്നവരുണ്ട്. എന്നിട്ട് അവർ ചെയ്ത് കഴിഞ്ഞ ശേഷം പോയിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ടും വാങ്ങിയിട്ട് വരുന്നവരുണ്ട്. നിൽക്കരുത്, നിങ്ങളുടെ കാര്യമാണ്. ഒരു തവണ പോയ അടുത്ത വീണ്ടും 6-7 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം, എന്നാലും ഇത് വരും. ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അല്ല, 26-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 3-ാം തീയതി ജൂൺ മാസം 3-നാണ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എക്സാം ജൂൺ മാസം 22-നും 23-നുമാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ കുറച്ച് അധികം സമയമുണ്ട് പഠിക്കാനായിട്ട്. ഓക്കെ, ഇനിയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേട്ടറ്റ് അപേക്ഷ സമർപ്പിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, ഒരു അപേക്ഷാർത്ഥി എത്ര കാറ്റഗറി എഴുതുന്നതിനും ഒരു പ്രാവശ്യം മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ. പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു, നിങ്ങൾ 2 or 3 എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യണം, അവിടെ ഏതൊക്കെയാണ് എഴുതുന്നത് അതിനൊക്കെ ടിക്കറ്റ് പോകണം. അല്ലാതെ ഒന്ന് ചെയ്തതിന് ശേഷം വീണ്ടും വന്ന് ചെയ്യാനുള്ള അവസരം കേട്ടറ്റിനില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 2, അപേക്ഷ ഓൺലൈനായി മാത്രം സമർപ്പിക്കുക. അതിപ്പോൾ നമുക്ക് അങ്ങനെ ഓപ്ഷനില്ല, മറ്റു ഓപ്ഷനൊന്നുമില്ല. അപേക്ഷാർത്ഥിയുടെ പേര്, ജനന തീയതി, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, കാസ്റ്റ് കാറ്റഗറി, ഭിന്നശേഷി സംവരണം മുതലായ എല്ലാ വിവരങ്ങളും കൃത്യമായി തെറ്റുകൂടാതെ രേഖപ്പെടുത്തേണ്ടതാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. കഴിഞ്ഞ തവണ ഒരാൾ വന്ന ഒരു അവർ ചെയ്ത ഒരു തെറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇവിടെ നോക്കി, നിങ്ങൾ കാസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, കാസ്റ്റ് കാറ്റഗറി അല്ലേ. അപ്പോൾ ഈ കാസ്റ്റ് നിങ്ങൾക്കറിയാം, ജനറലുകാർക്ക് 90 മാർക്കാണ് ക്വാളിഫൈ ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള മാർക്ക്. SC ST അതുപോലെ OBC OEC വിഭാഗത്തിനൊക്കെ എത്ര മതി, 82 മാർക്കേ ആവശ്യമുള്ളൂ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, പുറത്തുനിന്ന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ കാസ്റ്റിന് അവരെന്താ OBC ആണെന്ന് തോന്നുന്നു, OBC കൊടുക്കുന്നതിന് പകരം ജനറൽ എന്ന് കൊടുത്തുപോയി. അവർക്ക് മാർക്ക് കിട്ടിയത് 84 അങ്ങനെ എന്തോ റേഞ്ചിലാണ്, 90 കുറവ് മാർക്കാണ് കിട്ടിയത്. ക്വാളിഫൈ ചെയ്തിട്ടില്ല. കാരണം അവർക്കറിയാം അവർ OBC ആണെന്ന്. അപ്പോൾ 84 മാർക്ക് കിട്ടിയപ്പോൾ ഞാൻ ക്വാളിഫൈ ചെയ്തു എന്ന് അവർക്കറിയാം. പക്ഷേ റിസൾട്ട് നോക്കിയപ്പോൾ എന്തല്ല, ക്വാളിഫൈ ചെയ്തില്ല. കാരണം എന്താണ്, OBC എന്ന് കൊടുക്കേണ്ട സ്ഥാനത്ത് ജനറൽ എന്ന് കൊടുത്തുപോയി. അവിടെ അത് ശ്രദ്ധിക്കണം. അതുപോലെ ജനറൽ കാര്യം എന്ത് ചെയ്യാറുണ്ട്, OBC എന്നൊക്കെ അറിയാതെ കൊടുത്തു പോകാറുണ്ട്. എന്താണോ നിങ്ങൾ കാറ്റഗറി അത് അതുപോലെ കൊടുക്കുക. ഓക്കെ, അതിൽ തെറ്റാൻ പാടില്ല. അങ്ങനെ അവസരം കളയരുത്. മനസ്സിലായില്ലേ? അതുപോലെ ഭിന്നശേഷിക്കാർക്ക് 75 മാർക്ക് മാത്രമേ ക്വാളിഫൈ ചെയ്യാൻ ആവശ്യമുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ചില ആളുകൾ അത് വിട്ടുപോയിട്ട് പിന്നീട് റിസൾട്ടൊക്കെ വരുമ്പോഴായിരിക്കും ശ്രദ്ധിക്കുക. അടുത്തത്,
അപേക്ഷ സമർപ്പിക്കുന്നതിനായി ഫോട്ടോ ചുവടെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഫോട്ടോയ്ക്ക് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്, ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം നോക്കി, ഫോട്ടോ കൊടുക്കുമ്പോൾ ഫോട്ടോയിൽ പരീക്ഷാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ല. ഇതിന് മുന്നേ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം തൊട്ട് മുന്നേയുള്ള എക്സാം വരെയും എന്താണ് ഫോട്ടോയിൽ നമ്മുടെ പേരും എടുത്ത തീയതിയും രേഖപ്പെടുത്തേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇങ്ങോട്ട് എന്തില്ല, അങ്ങനെ വേണ്ട, നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള ഫോട്ടോ പോയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ ശ്രദ്ധിക്കണം, ഫോട്ടോയിൽ KPSC കേരള PSC മറ്റ് സീലുകൾ എന്നിവ രേഖപ്പെടുത്താൻ പാടില്ല. ചില ആളുകൾ ഫോട്ടോ സ്കാൻ ചെയ്യുന്നത് മറ്റെവിടെയും ഒട്ടിച്ച ഫോട്ടോ പറിച്ചെടുത്തിട്ട് പോയി സ്കാൻ ചെയ്യുന്നവരുണ്ട്. അതിൽ ചിലപ്പോൾ സീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ഉപയോഗിക്കരുത്. ഫ്രഷ് ആയിട്ടുള്ള നിങ്ങളൊരു ഫോട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ ചോദിക്കേണ്ട, അതിൽ പേരും ഒപ്പം വന്നാൽ പ്രശ്നമുണ്ടോ, അത് ഞാൻ അങ്ങനെ ചെയ്തു പോയി, അങ്ങനെ ചോദിക്കാൻ ഇടവരുത്തേണ്ട. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്യേണ്ട, പറഞ്ഞ പോലെ ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ കയറി പോയിട്ട് പിന്നെ വീണ്ടും എഡിറ്റൊക്കെ വരുത്തുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം. പ്ലെയിൻ മീൻസ് വൈറ്റ് ആവാം, അല്ലെങ്കിൽ ലൈറ്റ് കളർ ബ്ലൂ ആവാം. പ്ലെയിൻ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫോട്ടോ വ്യക്തമായിരിക്കണം എന്നുണ്ട്. സെൽഫി പാടില്ല. ഓക്കെ, സെൽഫി പിന്നെ തൊപ്പിയും അതൊക്കെ ഇട്ടിട്ട് കണ്ണാടി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചില്ല ഫോട്ടോ, അതൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അവസാനം പണി തരും. ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് എന്ത് തരില്ല, ചെയ്തു തരില്ല. അതുകൊണ്ട് തൊപ്പി ക്യാപ്പിട്ടുള്ള ഫോട്ടോ, കൂളിംഗ് ഗ്ലാസ്, അതുപോലെ സെൽഫി എടുത്തിട്ടുള്ള ഫോട്ടോസ്, അങ്ങനെ ഫോട്ടോസ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഓക്കെ റെഡി ആയത്, ഹോൾ ടിക്കറ്റ് തരില്ല. അപ്പോൾ വീണ്ടും നിങ്ങളോട് അപ്ലോഡ് ചെയ്യാൻ പറയും. ഓക്കെ, അങ്ങനെ അത് ചെയ്തിട്ട് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരൂ. അതുകൊണ്ട് കൃത്യമായിട്ട് പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുക. മനസ്സിലായില്ലേ? ചില ആളുകൾ മൊത്തം കവർ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ പറയാറുണ്ട് പിന്നീട്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക. പുതിയ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ അപേക്ഷാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട്. അതായത് പഴയ ഫോട്ടോസ് നിങ്ങൾ കൊടുക്കേണ്ട, കാരണം ഈ കൊടുക്കുന്ന ഫോട്ടോയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ പ്രിൻറ്റ് ചെയ്ത് വരിക. അപ്പോൾ നിങ്ങൾ ഏറ്റവും പഴയ, നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവാത്ത രീതിയിലുള്ള ഫോട്ടോസൊക്കെ കൊടുത്താൽ അത് പിന്നീടുള്ള വെരിഫിക്കേഷന് നിങ്ങൾ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ ഫോട്ടോയിൽ ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ സൈസും ഹൈറ്റൊക്കെ അവിടെ കൃത്യമായിട്ട് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? അടുത്ത കാര്യം എന്ന് വെച്ചാൽ, അപേക്ഷ സമർപ്പിക്കുമ്പോൾ വെബ്സൈറ്റിൽ നിന്ന് നിർബന്ധമായും ഒരു ഐഡൻറ്റിറ്റി കാർഡ് സെലക്ട് ചെയ്ത് ആയതിൻ്റെ നമ്പർ രേഖപ്പെടുത്തേണ്ടതും പ്രസ്തുത ID കാർഡിൻ്റെ അസൽ പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്റർക്ക് പരിശോധനയ്ക്കായി നൽകേണ്ടതും ID കാർഡ് ഹാജരാക്കാത്തവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതുമല്ല എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഓൺലൈൻ കൊടുക്കുമ്പോൾ നിങ്ങളോട് ഏതെങ്കിലും ഒരു ID കാർഡ് സെലക്ട് ചെയ്യാൻ പറയും. ആ ID ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഇവിടെ ഏത് ID ആണോ നിങ്ങൾ സെലക്ട് ചെയ്തതിൻ്റെ നമ്പർ അടിച്ചത്, ആ സാധനം തന്നെ എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. അത് ചില എക്സാം ഹോളിൽ ഇതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ അവരെന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിലൊന്നും സിമ്പിളായിട്ട് കാണണ്ട. എന്താണോ ID കൊടുക്കുന്നത് അത് ഓർത്തിരിക്കണം. കുറേ കാര്യം കഴിയുമ്പോൾ ഞാൻ ഏതാ കൊടുത്തതെന്നിൽ ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നത് കാണാറുണ്ട്. അതിനൊന്നും നിൽക്കാൻ പാടില്ല. നിങ്ങൾ ഏതാണോ കൊടുക്കുന്നത് കൃത്യമായിട്ട് ആ പ്രിൻ്റ് ഔട്ടിൽ എഴുതി വെച്ചാൽ മതി. ഞാൻ ആധാറാണ് കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ പാൻ കാർഡാണ് കൊടുത്തത്, ഏതാണോ അത് കൊടുക്കുക. ഓക്കെ, അപേക്ഷയിലെ വിവരങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ നൽകുക. പരീക്ഷാ ഫീസ് ഓൺലൈൻ മുഖാന്തരം അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് UPI വഴിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതൊന്നും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് സമയം കളയണ്ട. ഓക്കെ, പിന്നെ ഇത് ആപ്ലിക്കേഷൻ നമ്പർ, ആപ്ലിക്കേഷൻ ID എന്നിവ കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതും തുടർന്ന് വരുന്ന പ്രൊഫൈൽ സേവനങ്ങൾക്കായത് ആവശ്യമുള്ളതുമാണ്. ചില ആളുകൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ സാധനങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല. അതൊക്കെ എവിടെയോ കളയും. പിന്നീട് അത് ഇല്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതിന് പകരം നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. നിങ്ങൾ ഈ ആപ്ലിക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രിൻ്റ് ഔട്ട് ഫൈനലുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. അത് നമുക്കൊരു ആവശ്യം വരുമ്പോൾ നോക്കാമല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. പിന്നെ ഫീസ് അടക്കം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തില്ല, ചില ആളുകൾക്ക് അങ്ങനെ ഫീസ് പോയി എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അത് പോയ പൈസയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും. മനസ്സിലായില്ലേ? പിന്നെ ഇതാ, വിജ്ഞാപനം വ്യക്തമായി വായിച്ച് മനസ്സിലാക്കി കൃത്യമായ യോഗ്യത ഉണ്ടെന്ന് കാണുന്ന പക്ഷം മാത്രം അപേക്ഷ സമർപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആദ്യം വായിച്ച് മനസ്സിലാക്കുക. ഇന്ന് തന്നെ ഓടിപ്പോയി നിങ്ങൾ ആരും എന്ത് ചെയ്യേണ്ട, അപ്ലൈ ചെയ്യേണ്ട. ഒന്ന് വായിച്ച് സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുക. കാരണം തെറ്റി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോയി. കാത്തിരുന്ന് നമ്മൾ പഠിച്ചിട്ട് കിട്ടുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ അശ്രദ്ധ. നമ്മളിപ്പോൾ തെറ്റ് വരുത്തിയാൽ കഫേക്കാരെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവർക്ക് ഇതിലൊന്നും പ്രത്യേകിച്ച് നഷ്ടപ്പെടാനില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് തന്നെയാണ് നഷ്ടപ്പെടാനുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കുക. നോക്കേ, BEd DEd DLEd അവസാന വർഷ വിദ്യാർത്ഥികൾക്കും, അതായത് 3rd അല്ലെങ്കിൽ 4th സെമസ്റ്റർ പഠിക്കുന്നവർക്ക് കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇവർ BEd അല്ലെങ്കിൽ DEd പരീക്ഷ വിജയിച്ച സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് മാത്രമേ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഒന്നുമില്ല, നിങ്ങൾ 3rd or 4th സെമസ്റ്റർ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, വെരിഫിക്കേഷന് പോയാൽ മതി എന്നേ പറയുന്നുള്ളൂ. അറ്റൻഡ് ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ബാക്കിയുള്ള മാർക്കും കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എന്തായാലും ഒന്ന് വായിച്ച് നോക്കണം. എല്ലാം കൂടെ നമ്മളിപ്പോൾ പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്യേണ്ടതൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് ചെയ്യുക. മലയാളം അതുപോലെ ഇംഗ്ലീഷൊക്കെ ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാം. ഇന്ന് വൈകുന്നേരം ഞാൻ ഡെമോ അപ്ലോഡ് ചെയ്ത് തരാം. അതായത് നിങ്ങൾ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുമ്പോൾ ആ സൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ എവിടെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് മാത്രം നിങ്ങൾ പുറത്ത് പോയി ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു
അഭിപ്രായം. അതിൽ മറ്റൊന്നുമില്ല, അറിയുന്നവർ തന്നെയാണ് കൂടുതലുണ്ടാവുക. ചില ആളുകൾ അശ്രദ്ധ മൂലം അതൊക്കെ കളയും. അതുകൊണ്ട് അതിലേക്കൊന്നും നിൽക്കാൻ പാടില്ല, തെറ്റ് വരുത്തരുത്. പിന്നീട് നമ്മൾ തിരുത്താൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല നീറ്റായിട്ട് നിങ്ങൾ ചെയ്തു പോവുക. അപ്പോൾ പിന്നെ മറ്റൊരു ബുദ്ധിമുട്ട് നമുക്ക് പിന്നീട് വരാവുന്ന ബുദ്ധിമുട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. കാരണം ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ചിലപ്പോൾ തോന്നി ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഒരുപാട് ആളുകൾ തെറ്റ് വരുത്താറുണ്ട്. ഇതുവരെയും കഴിഞ്ഞ ഒരു എക്സാമിന് പോലും തെറ്റ് വരുത്താത്ത ഒരു ആൾ പോലും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് തെറ്റ് വരുത്താറുണ്ട്. സ്വന്തം പേരിൽ പോലും സ്പെല്ലിങ് മാറ്റിയിട്ട് അടിച്ചു പോയവരുണ്ട്. ആ സമയത്ത് ശ്രദ്ധിക്കില്ല. ഗാർഡിയൻ്റെ പേര്, അച്ഛൻ്റെ പേരൊക്കെ സ്പെല്ലിങ് മാറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മാർക്ക് തെറ്റിച്ചവരുണ്ട്, പെർസെൻറ്റേജ് തെറ്റിച്ചവരുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യും. നിങ്ങൾ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നമുക്ക് നേരിട്ട് വെരിഫിക്കേഷൻ നടത്താനുണ്ട്. സർട്ടിഫിക്കറ്റൊക്കെ അതൊക്കെ കൃത്യമായിട്ട് അവർ നോക്കും, ഈ കറക്റ്റാണോ കൊടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി തരും, എന്തൊക്കെയോ ഫോം ഫില്ല് ചെയ്തിട്ട് ആക്കാനൊക്കെ അവർ പറയും. അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൻറ്ററൊക്കെ അവിടെ ചൂസ് ചെയ്യാനുണ്ട്. എക്സാമിനേഷൻ സെൻറ്ററൊക്കെ ചൂസ് ചെയ്യാനുണ്ട്. ആ സെൻറ്ററൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അടുത്തുള്ള സെൻറ്റർ തന്നെ ചൂസ് ചെയ്യുക. ഓക്കെ, ജില്ല നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ പഠിക്കുകയല്ല ജോലി ചെയ്യുന്ന ഒരു ജില്ലയിലായിരിക്കും. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾ എക്സാമിന് കൊടുക്കുകയാണെങ്കിൽ, അവിടെയാണ് നിങ്ങൾ ഇല്ലെങ്കിൽ അവിടെ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ ഒന്ന് കൊടുക്കുക. കാരണം എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ നിങ്ങൾ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ പോകേണ്ടതായിട്ട് വരും. സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനും അവിടെ തന്നെ നിങ്ങൾ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് അവിടെ തന്നെ നിങ്ങൾ സെൻറ്ററൊക്കെ കൊടുക്കുക. അതും തെറ്റിക്കാൻ പാടില്ല. കുറേ ആളുകൾ അതും തെറ്റിക്കാറുണ്ട്. ഓക്കെ, കണ്ണൂരിൽ ഒരാൾ ചിലപ്പോൾ അറിയാതെ അങ്ങ് തിരുവനന്തപുരം കൊല്ലമൊക്കെ കൊടുത്തു പോകും, അറിയാതെ. പിന്നീടാണ് മനസ്സിലാവുക എക്സാം ഹോൾ ടിക്കറ്റൊക്കെ വരുമ്പോൾ, പിന്നീട് മാറ്റി തരില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. സംശയങ്ങളൊക്കെ അതൊക്കെ വെച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഡെമോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ അതും ചെയ്തു തരാം. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻസിൻ്റെ PDF മെറ്റീരിയലിൻ്റെ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, സൈക്കോളജിയുടെ പിന്നെ പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. പിന്നെ മലയാളം സബ്ജക്റ്റിൻ്റെ ആണ്, നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടല്ലോ, അതിൻ്റെയാണ് ഉള്ളത്. ഓക്കെ, അതും അതിൻ്റെ പിന്നെ സാമ്പിൾ കോപ്പിയൊക്കെ വേണമെങ്കിൽ ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, അവരയച്ചു തരും. ഓക്കെ, താങ്ക് യു.